എന്റെ ഭർത്താവ് അടുത്തുള്ള പെണ്ണിന്റെ കൂടെയാണ്. എന്റെ ഭർത്താവിന് അവള് വളച്ചെന്ന് പരാതി പറയുന്നവള്, എന്നെ ചതിച്ചെന്ന് പറയുന്നവള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിന്റെ 90% കാരണക്കാരി നീയാ മോളെ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകുന്നത്. ഓരോ ദിവസവും മണിയറയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവിന് നിന്നോട് അല്ലാഹുവേ ആഗ്രഹം തോന്നുന്ന രീതിയിൽ ഒരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു പോകണം പെണ്ണേ. ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ. അല്ലാഹുവേ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയുകയാ. തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ, Right now, it's not about, hey, please come and invest. It's about watch and learn. Right. ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് മാറ്റി നിർത്തി. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിനക്ക് പഠിക്കാറുള്ള ചരിത്രമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സ്വഹാബി കിടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാണ്. അല്ലാഹുവേ, ആ സ്വഹാബി ആരെന്നറിയുമോ? ആ സ്വഹാബിയുടെ ജോലി എന്തെന്നറിയുമോ? വിറക് വെട്ടുകാരനാണ്. അല്ലാഹുവേ, വിറക് വെട്ടിക്കെട്ട് കൈകൾ മുഴുവനും തടംപിച്ച സ്വഹാബിയാ. ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബി, നീ നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ? അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയോട് പറയുകയാ, നിന്റെ ഭാര്യ സ്വർഗത്തിന്റെ അവകാശിയാ. നീ കിടക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. നിന്നെക്കാളും മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. സ്വഹാബി കൽപിതമായി, യാ റസൂലല്ലാഹ്, എന്നെക്കാളും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുമോ നബിയേ? അതിന്റെ കാരണം എന്താണ് നബിയേ? അതിന്റെ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ വിറക് വെട്ടിയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അവിടുന്ന് അധ്വാനിച്ച് ക്ഷീണിക്കുന്ന ശരീരവുമായി